നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യ യുദ്ധ നിഴലിലാണ് എന്ന വസ്തുതയാണ് മാധ്യമങ്ങൾ വിശകലനം ചെയ്തത്. പ്രത്യേകിച്ചും ഈ അവസരത്തിൽ IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവിന്റെ പ്രസ്താവന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫിംഗർ ഓൺ ട്രിഗർ, ഞങ്ങളുടെ വിരലുകൾ കാഞ്ചിയിലാണ് എന്ന് IRGC വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നതായി. ഞങ്ങളുടെ വിരലുകൾ ഏതു നിമിഷവും യുദ്ധത്തിന് തയ്യാറായി, ഞങ്ങളുടെ വിരലുകൾ കാഞ്ചിയിലാണ് എന്ന് IRGC വക്താവ് വ്യക്തമാക്കുന്നതായി ഈ അവസരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോ ഹോപ്പ് ന്യൂക്ലിയർ ടോക്ക് വിത്ത് യുഎസുമായിട്ടുള്ള ആണവായുധ ചർച്ചകളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അടിവരയിട്ട് വ്യക്തമാക്കുന്ന സന്ദർഭമാണ്. അതാണ് പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ നിഴലിലാണ് എന്ന ഒരു വിശകലനത്തേക്ക് മാധ്യമങ്ങളെ എത്തിക്കുന്നത്. അപ്പുറത്ത് ഇസ്രായേലിൻ്റെ കാര്യമെടുത്താൽ ഇസ്രായേൽ രാജ്യവ്യാപകമായി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നു എന്ന വാർത്ത, പുനഃസ്ഥാപിക്കുന്നു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. നേരത്തെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വീണ് ഇസ്രായേലിൽ സാരമായ നാശനഷ്ടങ്ങൾ, പ്രത്യേകിച്ചും ബെൻഗുറിയൻ എയർപോർട്ട് പോലെയുള്ള പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇനിയൊരു ഇറാൻ ഇസ്രായേൽ പോരാട്ടമുണ്ടായാൽ ഇസ്രായേൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ തടയുക എന്നതിൻ്റെ പേരിൽ രാജ്യവ്യാപകമായി കൂടുതൽ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ സ്ഥാപിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണം ഉണ്ടാകുന്നു. ശത്രുവിന്റെ ഏതൊരു ആക്രമണത്തിനും അതിനേക്കാൾ കഠിനമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നതായി പറയുന്നു. സങ്കല്പിക്കാവുന്നതിലും അപ്പുറമുള്ള തിരിച്ചടി എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത്. അതൊക്കെ കോട്ട് ചെയ്ത് വരുമ്പോൾ പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിന്റെ നിഴലിലാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഒപ്പം ജോൺ കെറി, US മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു. അദ്ദേഹം CNN നൽകിയൊരു അഭിമുഖത്തിൽ ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ച അവരുടെ ആണവായുധ നിലയങ്ങൾ തകർക്കുവാനുള്ള കഴിവിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംശയപ്രകാരം ഒരുപക്ഷെ ഇസ്രായേലിന് ഇറാനെ ആക്രമിച്ച് അവരുടെ ആണവായുധ നിലയങ്ങൾ തകർക്കുവാൻ കഴിഞ്ഞേക്കില്ല എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇറാനെ ചൊറിഞ്ഞാൽ നല്ല അടി കിട്ടുമെന്ന് ജോൺ കെറി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ CNN സൂചിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഇറാൻ വക്താവ് പറയുന്നത് തങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട്. കാരണം ചർച്ചകൾ പരാജയമാണ് എന്ന് ടെഹ്റാൻ സമ്മതിക്കുന്നു. തങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ട്. അതായത് യുറേനിയൻ സമ്പുഷ്ടീകരണം 3.67 കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി 3.67 യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് തങ്ങൾ ഒരു അടി പോലും പിന്നോട്ടില്ല. പക്ഷെ അമേരിക്ക പറയുന്നത് തങ്ങളെ 1% പോലും ആണവായുധം യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ സമ്മതിക്കില്ല എന്നാണ്. അത് ഇസ്രായേലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. അതിൽ തങ്ങൾ കീഴടങ്ങില്ല എന്ന ഒരു വിവരമാണ് IRGCയുടെ വക്താവ് CNN നൽകുന്നത്. മറ്റൊന്ന് കൂടി പറയുന്നുണ്ട്, തങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് വെച്ചാൽ തങ്ങളുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നാണ്. അതായത് ഇറാന് അവരുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നാണ് യുറേനിയം സമ്പുഷ്ടീകരണം. പക്ഷേ അമേരിക്കയ്ക്ക് അത് കേവലം ഈ കരാർ, ഒരു പേപ്പറിൽ എഴുതുന്ന ഒരു രേഖ മാത്രമാണ് എന്ന രീതിയിൽ ഇറാന്റെ ആണവായുധ ഏജൻസിയുടെ തലവന്റെ റിപ്പോർട്ടും പുറത്തു വരുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒപ്പം അബ്ബാസ് അറാക്ഷിയുടെ ഉപദേഷ്ടാവിന്റെ പ്രസ്താവനയും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തങ്ങൾ ഈ ആണവായുധ സമ്പുഷ്ടീകരണം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പുഷ്ടീകരണത്തിൽ നിന്ന് അണുകിട പോലും വ്യതിചലിക്കില്ല എന്ന ഒരു പ്രസ്താവനയാണ് അബ്ബാസ് അറാക്ഷിയുടെ ഉപദേഷ്ടാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതൊക്കെയാണ് ഈ മേഖലയിൽ യുദ്ധം കൂടുതൽ നിഴലിക്കുന്നു എന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിശകലനം നടത്തുന്നതിന് ഘടകമാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊന്ന്, ഇസ്രായേൽ ഫലസ്തീൻ യുവാക്കളെ മനുഷ്യ കവചമാക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ നിലനിൽക്കുകയാണ്. അതായത് ഈ ഹമാസിന്റെ കേന്ദ്രങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഫലസ്തീനികളെ പിടിച്ചെടുത്ത് അവരെ ഇസ്രായേലി യൂണിഫോം നിർബന്ധപൂർവ്വം അണിയിപ്പിച്ച് ടണലുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും പറഞ്ഞു വിടുന്നു. അവരെ മുൻനിർത്തി ഹമാസിനെതിരെ പോരാടുന്നു. കാരണം ഹമാസ് തിരിച്ചു വെടിവെച്ചാലും ഫലസ്തീനികളിലേക്ക് കൊല ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധതന്ത്രം പ്രയോഗിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉയരുന്നു എന്ന വിശകലനം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രായേലിനെ അമേരിക്കയ്ക്ക് മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ പുറത്തു വരികയാണ്. നേരത്തെ അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സനെ അമേരിക്ക പുറത്താക്കിയിരുന്നു. അതിന് കാരണമായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരാളാണ്. ഈ മൈക്ക് വാട്സൺ, അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, അദ്ദേഹം ഇസ്രായേലിന്റെ നിരന്തര സമ്മർദ്ദത്തിന് വഴങ്ങി ഈ
അമേരിക്കയെ കൊണ്ട് ഇറാനെ ആക്രമിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക മൈക്ക് വാട്സനെ പുറത്താക്കിയത് എന്ന വിശകലനങ്ങളൊക്കെ പുറത്തു വരികയാണ്. അതായത് ഇപ്പോൾ അമേരിക്കയിൽ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുന്ന ഡിപ്ലോമാറ്റുകൾക്കെതിരെ വലിയ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അതായത് നേരത്തെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്താണ്, അമേരിക്ക എപ്പോഴും ഇസ്രായേൽ സയനിസ്റ്റ് ജൂത ലോബിയുടെ പിടിയിലുള്ള രാജ്യമാണ്. പക്ഷേ അമേരിക്ക അവരുടെ നയങ്ങൾ തിരുത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മൈക്ക് വാട്സനെ പോലെയുള്ള ഇസ്രായേലി പക്ഷപാതികളായ നയതന്ത്ര വിദഗ്ധരെയൊക്കെ പുറത്താക്കുമ്പോൾ അമേരിക്ക നിലപാടുകളിൽ നിന്ന് മാറുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ഷിൻബത്തിന്റെ മേധാവി ഡേവിഡ് സിനിക്കെതിരെ ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, പുതിയ ഷിൻബത്ത് മേധാവി പറഞ്ഞത്, ഈ ബന്ദികളുടെ മോചനം അത് നടപ്പിലാക്കിക്കൊണ്ട് ഒരു വെടിനിർത്തലിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് ബന്ദികളുടെ മോചനം ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ഗസയിൽ എങ്ങനെയും സമ്പൂർണ്ണ നാശം സ്ഥാപിക്കുക, ഗസയിലെ ആളുകളെ അവിടെ നിന്ന് ഓടിക്കുക എന്നതൊക്കെയാണ്. അപ്പോൾ ബന്ദികളുടെ ബന്ധുക്കൾ അതിനെതിരെ ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം ഈ യുദ്ധം നടക്കുന്ന അവസരത്തിൽ ബന്ദികളുടെ ജീവന് അത് ശാശ്വതമായി ഉറപ്പ് നൽകുവാൻ കഴിയില്ല. വ്യോമാക്രമണം നടത്തുന്ന അവസരത്തിൽ ബന്ദികൾ കൊല ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷിൻബത്തിന്റെ മേധാവിക്കെതിരെ ബന്ധുക്കൾ വലിയ രീതിയിൽ ഇസ്രായേലിൽ പ്രക്ഷോഭം നടത്തുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഷിൻബത്ത് മേധാവി അദ്ദേഹം സമാധാനത്തിലൂടെ ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഒരു സമാധാന കരാറിനെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ബന്ദികൾ പോയാലും കുഴപ്പമില്ല, പകരം ഫലസ്തീനെ അല്ലെങ്കിൽ ഗസയെ ശാശ്വതമായി നശിപ്പിക്കണം എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. മറ്റൊരു വാർത്ത, ഫലസ്തീൻ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അവർ പറയുന്നത് 25% ആളുകളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഫലസ്തീൻ സിവിൽ ഡിഫൻസിലെ 25% ഉദ്യോഗസ്ഥന്മാരും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ കെട്ടിടങ്ങൾക്കുള്ളിൽ, ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർക്കുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവിടെ മരിച്ചു കിടക്കുന്ന മൃതശരീരങ്ങളെ പുറത്തെടുക്കാനോ ഒന്നും കഴിയുന്നില്ല. തങ്ങളുടെ കയ്യിലുള്ളത് വെറും ചുറ്റിക മാത്രമാണ് എന്ന രീതിയിൽ വളരെ ശോചനീയമായ രീതിയിൽ ഫലസ്തീനിലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രതികരണം ഉണ്ടാകുന്നു എന്നതും ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, ഇസ്രായേൽ ആക്രമണത്തിൽ ശ്രദ്ധിക്കുന്നത് ആശുപത്രികളും എയർ ഡിഫൻസ് സിസ്റ്റം, എയർഫോഴ്സ് മുതലായുള്ള ഘടകങ്ങളെയാണ് എന്ന ഒരു വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ചയാണ്. കാരണം ഇസ്രായേൽ ഈ വ്യോമാക്രമണം ലക്ഷ്യമില്ലാതെ ഗസയിൽ നടത്തുന്ന അവസരത്തിൽ ആശുപത്രികളിൽ രോഗികൾക്ക് ചികിത്സ കിട്ടാതിരിക്കുവാൻ വേണ്ടി ആശുപത്രികളെയും ഒപ്പം ഈ എയർഫോഴ്സ്, ഫയർഫോഴ്സ് മുതലായ ഘടകങ്ങൾ ഈ ഫലസ്തീനികളെ രക്ഷിക്കുന്നത് തടയുവാൻ അവരുടെ ഓഫീസുകളും ഒക്കെ ബോംബിട്ട് ലക്ഷ്യത്തോട് തന്നെ നശിപ്പിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന നിമിഷം കൂടിയാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപൂരിതമായ നിമിഷങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് വാസ്തവം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.